ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നൽകണം. ഇതിൽ നമുക്ക് സർട്ടിഫിക്കറ്റിൽ വരുന്ന ഫോട്ടോ മാറ്റണമെങ്കിൽ ഈ പറയുന്ന വാല്യൂസിൽ വെച്ച് നമുക്ക് നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിയാവുന്നതാണ്. അതിനുശേഷം ഈ കാണുന്ന ഡിക്ലറേഷൻ ഫോം സൈനപ്പ് ചെയ്യണം. എല്ലാവർക്കും അറിയാലോ സ്ത്രീധനം മേടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന്. 2021 പുറത്തു വന്ന നിയമപ്രകാരം ആരെങ്കിലും സ്ത്രീധനം മേടിച്ചിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ഭാഗം പരാതി കൊടുത്താൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തിരിച്ച് മേടിക്കുന്നതാണ്. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന 3 രീതിയിൽ വരുത്താം. ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2 മുതൽ 5 മാസം വരെ എടുക്കാം. പിന്നെ നമുക്ക് 3 ദിവസം കൊണ്ട് വരുത്താനും 10 ദിവസം കൊണ്ട് വരുത്താനുമുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതിന് പുറമെ അഡീഷണലായിട്ടൊരു 50 രൂപ പോസ്റ്റൽ ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. വിദേശത്ത് ജോലിക്ക് പോകുന്നവരെ, വിദേശത്ത് പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് 2 ഓപ്ഷൻസ് പരിഗണിക്കാവുന്നതാണ്. നാട്ടിൽ ജോലി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും. പക്ഷേ വിദേശത്ത് കയറണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമാണ്. സേവ്, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്ത ശേഷം ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് ഡിക്ലറേഷൻ ബോക്സ് എല്ലാം ടിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടീസ് കൂടെ നമുക്ക് കാണാൻ കഴിയും. ഫോർ മോർ കണ്ടന്റ് സബ്സ്ക്രൈബ് ടു ഗെറ്റ് യു അപ്ഡേറ്റ്സ്.